Hi all, this is Vidya from Bubble Bar Studio and ഇന്ന് നമ്മളൊരു മാംഗോ സാൻഡൽ സോപ്പാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു കോൾഡ് പ്രോസസ് സോപ്പാണ്. സോ ആദ്യം ഒരു മിക്സ്ചർ ഓഫ് ഓയിൽസ് എടുത്തിട്ടുണ്ട്, സാൻഡൽ പൗഡർ, ലൈ സൊല്യൂഷൻ ആൻഡ് മാംഗോ പൾപ്പ് ആൻഡ് ഞാൻ സോൾട്ട് ബാർ ബേസാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. സോ ആദ്യം നമുക്ക് ഈ മാംഗോ പൾപ്പ് ഞാനത് ഫിൽട്ടർ ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മാംഗോ പൾപ്പ് ഞാൻ ഓയിലിലേക്ക് ഇടുകയാണ്. ഇത് ബേസിക്കലി കോൾഡ് പ്രോസസ് സോപ്പാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓയിൽസ് കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ ഷിയ ബട്ടർ, അതുപോലെ തന്നെ കാസ്റ്റർ ഓയിലുണ്ട്, ഹോഹോബ ഓയിലുണ്ട്. ഈ ഓയിൽസിൻ്റെയൊക്കെ മിക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബേബീസിനാണെങ്കിലും സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഞാൻ ഈ മാംഗോ പൾപ്പ് ഈ ഓയിലിൽ മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 50 ഗ്രാംസിൻ്റെ സാൻഡൽ പൗഡറിൻ്റെ പാക്കറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് മൊത്തം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സോ ഇത് തന്നെ ഇതിനൊരു നല്ല കളർ തരുന്നതാണ് ഈ ഒരു സാൻഡൽ പൗഡർ തന്നെ. ഇതിനകത്ത് മാംഗോൻ്റെ പൾപ്പ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഗുഡ്നെസ് സ്കിന്നിന് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ പൾപ്പിലുള്ള നാരുകൾ ഇത് ഉടക്കുന്നുണ്ട്. ഞാനത് അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫിൽറ്ററൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റിഫ്നെസ്സും അതിൻ്റെ ഒരു ഗുഡ്നെസ്സും കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സീ സോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ഇതിനകത്തിപ്പം സാൻഡൽ പൗഡർ, മാംഗോ പൾപ്പും സോൾട്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കുറച്ചും കൂടി ഒരു ബ്രൗണിഷ് ടോണിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ട് ഞാൻ യെല്ലോ സോപ്പ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ സോപ്പ് കളറാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മൈക്ക യൂസ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. കണ്ടോ, അതിൽ ആ നാരാണ്, ആ മാംഗോൻ്റെ പൾപ്പിൻ്റെ നാരാണ് അത് ശരിക്കും. പിന്നെ ഈ കളറ് ഇട്ടതുകൊണ്ട് ഞാനൊരു 3 ഡ്രോപ്പോളം ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ ലൈ സൊല്യൂഷൻ ആഡ് ചെയ്യാം. ലൈ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും അത് രണ്ടും ഏകദേശം സെയിം റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ റൂം ടെമ്പറേച്ചർ ഒരേ ടെമ്പറേച്ചറിലാവാൻ നോക്കുക. ലൈ സൊല്യൂഷനും ഓയിൽസിൻ്റെ മിക്സും കൂടി. ഈ ലൈ സൊല്യൂഷൻ കോസ്റ്റിക് സോഡയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റിക് സോഡയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഞാൻ തലേ ദിവസം വെച്ചിരുന്നതാണ്. അതാണ് ഇതിലിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിപ്പോൾ ഈ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതല്ലാതെ ഞാൻ മറ്റേ ഇലക്ട്രോണിക് ബ്ലെൻഡർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഓയിൽസിൽ അഡിറ്റീവ്സ് ബ്ലെൻഡാകാൻ കൂടുതൽ സമയം എടുക്കുന്നതായിരിക്കും നല്ലത്. അത് മറ്റേ ഇലക്ട്രിക് ബ്ലെൻഡർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ട്രേസിലേക്ക് വരും, അതായത് സോപ്പിൻ്റെ ഒരു ഫോർമേഷനിലേക്ക് വരും, നന്നായിട്ട് കട്ടിയായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ സാൻഡൽവുഡിൻ്റെ ഫ്രേഗ്രൻസ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രേഗ്രൻസോ എസെൻഷ്യൽ ഓയിൽസോ ഇല്ലാതെ മണമില്ലാത്ത നല്ല സോപ്പാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോൾഡ് പ്രോസസ് സോപ്സ് ആകുമ്പോഴത്തേക്കും അതിൻ്റേതായ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് നോക്കുക. പെർ പൗണ്ട്, അതായത് പെർ 453 ഗ്രാമിന് ഏകദേശം 16-17 ഗ്രാമാണ് ഫ്രേഗ്രൻസ് ഓയിൽ യൂസ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഈ ബ്രൗൺ ടെക്സ്ചർ കംപ്ലീറ്റ് പ്ലെയിൻ ഒരു സോപ്പ് ആകണ്ട എന്ന് കരുതിയിട്ട് കുറച്ച് ടൈറ്റേനിയം ഡയോക്സൈഡ് വൈറ്റ് കളർ കൊടുക്കുന്നതാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബേസിൽ തന്നെ കുറച്ച് സോപ്പ് എടുത്ത് ഞാൻ വൈറ്റായിട്ട് മിക്സ് ചെയ്തതേ ഉള്ളൂ. അത് ഒരു ചെറിയൊരു ഹിൻറ്റ് ഓഫ് ഒരു സ്വേർലി ഫിനിഷ് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഈ ടൈറ്റേനിയം ഡയോക്സൈഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലെയിൻ ഓയിൽ, കാരിയർ ഓയിൽ ഏതെങ്കിലും എടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ബേസ് ആക്കിയിട്ട് നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാം. ഞാനിതിപ്പം ഓയിൽസ് ഓൾറെഡി സോപ്പ് ബേസിലുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര പ്രോമിനൻ്റായിട്ട് വൈറ്റ് സ്വേൾ വേണ്ടായിരുന്നു.
എന്നാലും ഫുൾ പ്ലെയിൻ ബ്രൗൺ ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് ചെറിയ രീതിയിൽ മാത്രമേ യൂസ് ചെയ്തത്. പിന്നെ ഈ സോപ്പ് ആക്ച്വലി ഞാനിത് എൻ്റെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. സാധാരണ ഞാൻ പുറത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി വേറൊരു രീതിയിലായിരിക്കും ചെയ്യുക. ഓബ്വിയസ്ലി കുറച്ചുകൂടി ഡിസൈൻസും ഭംഗിക്കൊക്കെ നോക്കിയിട്ട്. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ക്യാമറ നോക്കിയിട്ട് പോർ ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ മോൾഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. സോ അത് ക്ഷമിക്കുക. ഇത് സ്ക്വയർ മോൾഡാണ്. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ. ഈ മഗ്സ് ശരിക്കും പറഞ്ഞാൽ മെഷറിങ് കപ്സ് 1 ലിറ്റർ മെഷറിങ് കപ്സ് ഇല്ലേ, അതാക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതായിരിക്കും. കുറേ സോപ്പൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കളറും ഇതൊക്കെ മനസ്സിലാവാനും ഒക്കെ ആയിട്ട് നല്ലതാണ്. സോ ഇത് പോർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു 24 hours 48 hours വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. അതിന് മുന്നേ നമ്മളിത് പോർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതൊന്ന് എയർ ബബിൾ ഉണ്ടാകും. ഇങ്ങനെ പൊക്കി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ എയർ ബബിളെല്ലാം കളഞ്ഞ് നമ്മളിതൊരു തണുത്ത സ്ഥലത്ത് അടച്ചു വെച്ച് സൂക്ഷിക്കുക. ഒരു 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. അതിനുശേഷം ഇത് കോൾഡ് പ്രോസസ് സോപ്പാണ്. ഇത് മെൽറ്റ് ആൻഡ് പോർ അല്ല, അതായത് ഒരു ബേസ് കട്ട് ചെയ്ത് ഉരുക്കി അങ്ങനെ ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു ക്യൂറിങ് ടൈമുണ്ട്. കോൾഡ് പ്രോസസ് സോപ്സ് എപ്പോഴും നമ്മളൊരു 4 to 6 weeks വെച്ച് അത് ക്യൂർ ചെയ്യണമെന്ന് പറയുന്നത്. അതിൻ്റെ കോസ്റ്റിക് സോഡ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഏത് സോപ്പാണെങ്കിലും നമ്മൾ കോസ്റ്റിക് സോഡ ഉണ്ടാകും. അത് മെൽറ്റ് ആൻഡ് പോർ ആണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്ന കോൾഡ് പ്രോസസ് സോപ്പാണെങ്കിലും അത് ഒരു 4 to 6 weeks കഴിഞ്ഞ് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.